ക്ഷേത്രനഗരി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് വഴിയാണ് നവകേരളം നവമുന്നേറ്റത്തിൻ്റെ അടുത്ത യാത്ര. നവകേരള നിർമ്മിതിക്കായുള്ള മുന്നേറ്റത്തിനൊപ്പം നീങ്ങുന്ന ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെങ്ങും വികസന കുതിപ്പിൻ്റെ അടയാളപ്പെടുത്തലുകൾ കാണാം. മധ്യ തിരുവിതാംകൂറിലെ കാർഷിക മേഖലയായ ഓണാട്ടുകരയിലെ പ്രമുഖ നഗരമാണ് ഹരിപ്പാട്. ചെറുതും വലുതുമായ 100ഓളം ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ക്ഷേത്രനഗരിയെന്നും ഹരിപ്പാട് അറിയപ്പെടുന്നു. കേരള ചരിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഹരിഗീതപുരം ഇപ്പോഴത്തെ ഹരിപ്പാടാണെന്നും ഐതിഹ്യമുണ്ട്. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് കേരളമാകെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. ഒരു നവകേരള നിർമ്മിതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസനം ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലും മുമ്പെങ്ങുമില്ലാത്ത നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലും നമുക്ക് ദൃശ്യമാകാൻ കഴിയും. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളെയും ഒരുപോലെ നോക്കിക്കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ ആകെയുള്ള സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുമ്പെങ്ങും ദർശിക്കാൻ കഴിയാത്ത വികസന മുന്നേറ്റമാണ് വിവിധ പദ്ധതികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഹരിപ്പാട് മണ്ഡലത്തിൽ നമുക്ക് ദൃശ്യമാകുന്നത്. ആയിരത്തി 1957 ഹരിപ്പാട് നിയോജക മണ്ഡലം നിലവിൽ വന്നത്. കാർത്തികപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന ഹരിപ്പാട് നഗരസഭയും ആറാട്ടുപുഴ, ചേപ്പാട്, ചെറുതന, ചിങ്ങോലി, കാർത്തികപ്പള്ളി, കരിവാറ്റ, കുമാരപുരം, മുതുകുളം, പള്ളിപ്പാട്, തൃക്കുന്നപ്പുഴ എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഹരിപ്പാട് നിയോജക മണ്ഡലം. മുൻ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയാണ് ഹരിപ്പാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭം കുറിച്ച് പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും ആലപ്പുഴ, കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശത്തെ വലിയഴിക്കൽ പാലം ഏതാണ്ട് 120 കോടിയോളം രൂപ മുതൽ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. അതുപോലെയാണ് കരുവാറ്റ പഞ്ചായത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുതലക്കുറിച്ചി പാലം. ആ പാലത്തിൻ്റെ നിർമ്മാണം നേരത്തെ ആരംഭിച്ചതാണ്. ഇടക്കാലത്ത് കരാർ ഏറ്റെടുത്ത കരാറുകാർ അത് പദ്ധതി ഉപേക്ഷിച്ച് പോയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് LDF നൽകിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തും അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ നിരന്തരമായ നിവേദനത്തിൻ്റെയും ഇടപെടലിൻ്റെ എല്ലാം ഫലമായി അതിന് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് അധിക ഫണ്ട് ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ഊരാലിങ്കൽ ലേബർ സൊസൈറ്റിയെ കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കത്തക്ക നിലയിലുള്ള ത്വരിതഗതിയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിലൊന്നാണ് ഇപ്പം വിയ്യപുരം മേൽപ്പാടം പള്ളിപ്പാടുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. വളരെ ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു കനകക്കുന്നിൽ നിന്നും അതുപോലെ തന്നെ കള്ളിക്കാട്ടേക്കുള്ള ആറാട്ടുപുഴ പഞ്ചായത്തിലെ 2 ഭാഗമായി നിൽക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഞ്ചാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ ദീർഘകാലമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിനുള്ള ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
കേരളത്തിലെ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിനൊപ്പം തിളങ്ങുകയാണ് ഹരിപ്പാട് നിയോജക മണ്ഡലം. ഹരിപ്പാടിന്റെ ഏത് മേഖലയിലും ഈ വികസനം തൊട്ടറിയാം. പാലങ്ങളും റോഡുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഹരിപ്പാട് ഏറെ മുന്നിലാണ്. ആലപ്പുഴ, കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയഴിക്കൽ പാലമാണ് ഈ മേഖലയിലെ വൻ പദ്ധതി. 120 കോടി രൂപ ചെലവഴിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. കരാറുകാരൻ ഉപേക്ഷിച്ചിട്ടും നിരന്തര ഇടപെടലുകളിലൂടെ നിർമ്മാണം തുടങ്ങാനായ കരുവാറ്റ പഞ്ചായത്തിലെ മുതലക്കുറിശി പാലവും വീയപുരം, മേൽപ്പാടം, പള്ളിപ്പാട് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലവും സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങളാണ്. ഉന്നത നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ റോഡുകൾ ഹരിപ്പാടിന്റെ വികസന വഴിയിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ തൃക്കുന്നപ്പുഴയിലെ പാലം പുതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, തൃക്കുന്നപ്പുഴ മാവേലിക്കര റോഡിൻ്റെ നവീകരണം, ഹരിപ്പാട് ഇലഞ്ഞിമേൽ റോഡിൻ്റെ നവീകരണം, ഹോട്ടൽ ബേബി വഴുതാനം റോഡിൻ്റെ പുതിയ പുനർനിർമ്മാണം, അതുപോലെ തന്നെ ഹരിപ്പാട് ചെറുതന റോഡ്, ഹരിപ്പാട് ആയാവറമ്പ് റോഡ്, അതുപോലെ തന്നെ പായിപ്പാട് കരുവാറ്റ റോഡ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഈ മണ്ഡലത്തിലെ മുതുകുളത്തെ വിവിധ റോഡുകൾ, ചേപ്പാട് പഞ്ചായത്തിലെ വിവിധ റോഡുകൾ, ഇതിൻ്റെ എല്ലാം ആധുനിക രൂപത്തിലുള്ള റോഡിൻ്റെ നിർമ്മാണം, ആ നിർമ്മാണത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡാണാപ്പടി നിന്നും കായംകുളത്തിന് പോകുന്ന റൂട്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പുനർനിർമ്മാണം അതുൾപ്പെടെയുള്ളതെല്ലാം നടന്നു. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മുന്നേറ്റമാണ്. തീരദേശ മണ്ഡലമായതിനാൽ തീരസംരക്ഷണത്തിനും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു. കടൽക്ഷോഭത്തിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കാൻ വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിലായി 80 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള കടൽഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ തീരദേശ മേഖലയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കടൽഭിത്തി നിർമ്മാണത്തിൻ്റേതായിട്ടുള്ളത്. ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിലിരുന്നപ്പോഴെല്ലാമാണ് കടൽഭിത്തി നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിലെ കടൽക്ഷോഭമുള്ള പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും ടെട്രാപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കടൽഭിത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറേയധികം പ്രദേശം ആറാട്ടുപുഴ പഞ്ചായത്തിലും തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലും കുറേയധികം പ്രദേശങ്ങളിൽ കടൽ ക്ഷോഭത്തിൻ്റേതായിട്ടുള്ള പ്രയാസം നേരിടുന്ന സ്ഥലമുണ്ട്. അതിപ്പോൾ ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടിയുള്ള കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി സാങ്കേതികമായ നടപടികളിലേക്ക് അത് എത്രയും വേഗത്തിൽ തുടങ്ങാനുള്ള നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കോടികൾ ചിലവഴിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പുതിയ ബഹുനില കെട്ടിടങ്ങൾ, സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്തുന്നതാണ്. വിദ്യാഭ്യാസ മേഖല എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട സ്കൂൾ ഹരിപ്പാട് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, അതിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഹരിപ്പാട് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ കെട്ടിടവും അതിൻ്റെ സ്റ്റേഡിയവും നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നങ്ങ്യാറുകുളങ്ങര UPSന് 3 കോടിയോളം രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ കെട്ടിടം പണി പൂർത്തീകരിച്ചു. കാർത്തികപ്പള്ളി ഗവൺമെൻറ് UPSൻ്റെ കെട്ടിടം പണി ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. തൃക്കുന്നപ്പുഴ ഗവൺമെൻറ് UPS, പാനൂർക്കര UPS, അതുപോലെ വലിയഴിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വഴുതാനം UPS, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളുടെ എല്ലാം പുതിയ കെട്ടിടങ്ങൾ പണിത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അത് അവിടുത്തെ കുട്ടികൾക്ക് പ്രയോജനം. ഹരിപ്പാട് ഗവൺമെൻറ് UPS മലയാളം സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ, ഇവിടെ എല്ലാം തന്നെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അടിസ്ഥാന സൗകര്യ വികസനം. അതുപോലെ തന്നെ എരിക്കാവിലെ ഗവൺമെൻറ് UPS, കവറാട്ട് UPS LPS, ഇവിടെയെല്ലാം നല്ല 1 കോടി രൂപ അതിലധികമുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലതെല്ലാം പൂർത്തീകരിച്ചു, ബാക്കിയുള്ളത് ഇപ്പോൾ തുടക്കം കുറിക്കുകയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മുന്നേറ്റമാണ്.
വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് അഭയം നൽകാനുള്ള സൈക്ലോൺ ഷെൽട്ടറുകളും മണ്ഡലത്തിൽ തയ്യാറാണ്. കരുവാറ്റയിലും ആയാമ്പറമ്പിലുമാണ് എല്ലാ സജ്ജീകരണങ്ങളോടെയും സൈക്ലോൺ ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കം മൂലം ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമായിട്ടുള്ള വിയ്യപുരം, ചെറുതന്ന, കരുവാറ്റ, ഹരിപ്പാട് പോലെയുള്ള പ്രദേശം. അങ്ങനെ വരുമ്പോൾ ആ ആളുകൾക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സൈക്ലോൺ ഷെൽട്ടർ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കി ചെറുതനയിലും അതുപോലെ തന്നെ കരുവാറ്റയിലും 2 ഷെൽട്ടറുകൾ ഈ ഗവൺമെൻറ് കാലത്താണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന ഭൗതികമായ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള 2 സൈക്ലോൺ ഷെൽട്ടറുകൾ കരുവാറ്റയിലും അതുപോലെ തന്നെ ആയാവറമ്പത്തും പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് അത് ഇന്നിപ്പം പ്രവർത്തനക്ഷമമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനായി കരുവാറ്റയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കാനുള്ള ബജറ്റ് നിർദ്ദേശം വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്നു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 24 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കരുവാറ്റയിൽ മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ടുള്ള ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയുണ്ട്. ആ ഭൂമി ഒന്നും വിനിയോഗിക്കാതെ ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ്. ഇവിടെ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഞാനും ഹരിപ്പാടിൻ്റെ മുൻ MLA ബഹുമാനപ്പെട്ട ശ്രീ ദേവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുവാറ്റയിലെ ആ സ്കൂളിൻ്റെ അതിനുവേണ്ടി മെഡിക്കൽ കോളേജിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലം ഏതെങ്കിലും പദ്ധതിക്ക് പ്രയോജനപ്പെടുത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ IHRDയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പുതിയ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് പ്രപ്പോസൽ ഈ ബഡ്ജറ്റിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് 24 കോടിയോളം രൂപയുടെ പുതിയ കെട്ടിടം ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള ഫണ്ട് അനുവദിക്കുകയും ഈ ബഡ്ജറ്റിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നീക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലകൾക്കും സർക്കാർ കരുതലാകുന്നു. വ്യവസായ മേഖലയുടെ നവീകരണത്തിന് ശ്രദ്ധേയമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരമ്പരാഗത വ്യവസായങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും തീരദേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിപക്ഷ MLA ആണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്ന് അന്ന് നോക്കാതെ തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും നല്ലതുപോലെ ഞങ്ങൾ അക്കാര്യത്തിൽ ഇടപെട്ടു. ഓരോ ജനകീയ പ്രശ്നങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന ഓരോ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനും പദ്ധതികളും വികസനവും ഏറ്റെടുപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആ നിലയിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് കേരളമാകെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതാപകമായ മുന്നേറ്റമാണ്. വികസനത്തിനും ജനക്ഷേമത്തിനും മാത്രം പരിഗണന നൽകിയാണ് സർക്കാർ ഹരിപ്പാട് മണ്ഡലത്തെ ചേർത്ത് പിടിക്കുന്നത്. 203 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ ബജറ്റിൽ മാത്രം ഹരിപ്പാടിനായി നീക്കിവച്ചിരിക്കുന്നത് എന്നത് ഈ പരിഗണനയ്ക്ക് തെളിവാണ്. അക്ഷരങ്ങളുടെയും റബ്ബർ കൃഷിയുടെയും കായലുകളുടെയും ഭൂമികയാണ് കോട്ടയം. ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വിത്തുപാകിയ കോട്ടയത്തിൻ്റെ വികസന വഴികളിലൂടെയാണ് ഇന്നത്തെ നവകേരളം നവമുന്നേറ്റത്തിൻ്റെ യാത്ര. കോട്ടയം നഗരസഭാ പ്രദേശങ്ങളും പനച്ചിക്കാട്,
വിജയപുരം ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കോട്ടയം. സാക്ഷരതാ രംഗത്ത് മികവിന്റെ പുതിയ അധ്യായം രചിച്ച കോട്ടയം വികസന രംഗത്തും ആ മികവ് പുലർത്തിയാണ് മുന്നേറുന്നത്. സുഗമമായ സഞ്ചാരപാതയുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ടുള്ള MC റോഡ് വികസനമാണ് ഏറെ ശ്രദ്ധേയം. ഇതിലൂടെ മികവിന്റെ പര്യായമാകുവാൻ കോട്ടയത്തിന് കഴിഞ്ഞതായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ ചൂണ്ടിക്കാട്ടി. അഭൂതപൂർവമായ വികസനമാണ് കേരളം ഒട്ടുക്കും കഴിഞ്ഞ 9 കൊല്ലക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ മണ്ഡലമെന്നോ ഭരണപക്ഷ മണ്ഡലമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ MLAമാരും തങ്ങൾക്ക് പൊതുവിൽ നീതി കിട്ടിയെന്ന് അഭിമാന പുരസ്സരം പറയുന്ന ഒരു കാലം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. കോട്ടയത്തെ സംബന്ധിച്ചും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്, വികസന രംഗത്ത് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ UDFൻ്റെ സമീപനം മൂലം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണോ മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ടത് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യമേഖലയിലും അസൂയാവഹമായ നേട്ടങ്ങളാണ് കോട്ടയം കൈവരിച്ചത്. ജില്ലാ ജനറൽ ആശുപത്രി ആധുനികവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 200ഓളം വർഷങ്ങൾ പഴക്കമുള്ള ആശുപത്രിക്ക് 10 നിലകളിലുള്ള മന്ദിരം നിർമ്മിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമാനമായ രീതിയിൽ ജില്ലാ ജനറൽ ആശുപത്രിയെയും ഉയർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതര ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയും ആതുര രംഗത്തിന് മാതൃകയുടെ നേർക്കാഴ്ചയാണ് ഒരുക്കുന്നത്. ആശുപത്രിയിലേക്ക് എളുപ്പമെത്താനുള്ള ബൈപ്പാസ്, 4-വരിപ്പാത, അടിപ്പാത എന്നിവയുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 1000 കോടിയോളം രൂപ ചെലവഴിച്ചാണ് വികസനം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. ആശുപത്രി വികസനമാണ് കോട്ടയത്തിൻ്റെ തെളിവുകുറിയായി മാറാൻ പോകുന്നത്. ഏതാണ്ട് 10 നിലയിലുള്ള നല്ല ഒരു കെട്ടിടം, അവിടെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ആ തർക്കമൊക്കെ പരിഹരിച്ചു. 10 നിലയുള്ള നല്ല കെട്ടിടം ആധുനീകരിച്ച് അവിടെ പണിയുന്നതിന് വേണ്ടി കിബി പണം അനുവദിച്ചു. കോട്ടയം ജില്ലാ ആശുപത്രി ഏതാണ്ട് 200 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഒരു ആശുപത്രിയാണ്. 210 കൊല്ലമാകുന്നു. അത്തരം ഒരു ആശുപത്രിക്ക് നഗരഹൃദയത്തിൽ അതിനൊരു മെഡിക്കൽ കോളേജ് തന്നെ ആക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആധുനിക ചികിത്സയുടെ എല്ലാ ഇടങ്ങളുമായി ഇത് വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പഴയ ജില്ലാശുപത്രിയല്ല, നല്ല ജില്ലാശുപത്രിയായിട്ട് ഇത് വികസിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ പുതിയ കെട്ടിടം കൂടി വരുന്നതോടുകൂടി അതിന് മുഖച്ഛായ മാറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നഗരത്തോട് ചേർന്നതല്ലെങ്കിലും കോട്ടയം നഗരത്തിൻ്റെ ഓരത്താണല്ലോ മെഡിക്കൽ കോളേജ്. ഈ കാലഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വികസനം ചെറുതല്ല. 1000 കോടിയോളം രൂപ മുടക്കുന്ന വികസന നേട്ടങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായെന്നുള്ളത് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. ആ മെഡിക്കൽ കോളേജിലേക്ക് ഒരു 4-വരിപ്പാത, MC റോഡിൽ നിന്നും രോഗികൾക്ക് വളരെ വേഗം മെഡിക്കൽ കോളേജിൽ എത്താൻ കഴിയുന്ന ഗതാഗതക്കുരുക്കില്ലാത്ത ആ 4-വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് മാത്രമല്ല, മെഡിക്കൽ കോളേജിലേക്കുള്ള ബൈപ്പാസുകൾ, ആ മെഡിക്കൽ കോളേജിന് മുമ്പിലൊരു അണ്ടർപാസ്, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ട പദ്ധതികളാണ് എന്നുള്ളത് കാണാൻ കഴിയും. കോട്ടയത്തിന്റെ ദാഹമകറ്റുവാനുള്ള പദ്ധതികളും വിഭാവനം ചെയ്യുന്നുണ്ട്. 55 കോടി രൂപ ചെലവഴിച്ച് പൂവത്തുമൂടിൽ പുതിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും കിണറുകളും നിർമ്മിച്ചു കഴിഞ്ഞു. നാട്ടകം ഭാഗത്തേക്ക് പൈപ്പുകൾ ഇടുവാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ അനുവാദം ലഭ്യമാക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. കോട്ടയം നഗരവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതുപോലെ കുടിവെള്ളത്തിൻ്റെ ഗുരുതരമായ ക്ഷാമമുള്ള കുറേ ഇടങ്ങളുണ്ടായിരുന്നു. അവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പൂവത്തുംമൂട്ടിൽ തന്നെ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുപോലെ തന്നെ അവിടെ പുതിയ കിണറുകളും സ്ഥാപിച്ചുകൊണ്ട് അവിടെ നേരിട്ട് വെള്ളം കോട്ടയം നഗരത്തിലേക്കും പിന്നെ നാട്ടകം ഭാഗത്തേക്കും എത്തുന്നൊരു പദ്ധതി വളരെ വികസിപ്പിച്ച് ഏതാണ്ട് 55 കോടി രൂപയോളം കിബിയിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ അനുവാദം കിട്ടാത്ത മൂലം കുറേയേറെ ദൂരത്തിൽ അത് പൈപ്പിടുന്നതിനിപ്പോൾ സാധിച്ചിട്ടില്ല. നാട്ടകത്ത് അത് ഇടിയിക്കാൻ ആവശ്യമായ സമ്മർദ്ദത്തോടെ സംസ്ഥാന സർക്കാർ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
തോടിമതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള പാലത്തിനു പുറമെ മറ്റൊരു സമാന്തര പാലം കൂടി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. കഞ്ഞിക്കുഴി തെങ്ങണ ജംഗ്ഷനുകളുടെ വികസനം സാധ്യമാക്കി ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാനുള്ള പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. MC റോഡ് വികസനം ഒരു പ്രധാനപ്പെട്ട കടമ്പ കടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കോട്ടയത്തിൻ്റെ വികസനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു MC റോഡ് വികസനം ഈ കാലഘട്ടത്തിലാണ് നടന്നത്. അത് ആധുനീകരിച്ചു, അല്പം വീതി കൂട്ടി, നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് അടക്കം നാഗമ്പടത്ത് നിർമ്മിച്ച് ഇന്നത്തെ നിലവാരത്തിൽ ഈ MC റോഡ് വികസനത്തെ പൂർണ്ണമാക്കിയത് LDF സർക്കാരാണ്. അതിൻ്റെ അടുത്ത ഘട്ട വികസനത്തിൽ MC റോഡിന് ഇനി 4 വരി പാതയാക്കാൻ ആവശ്യമുള്ള ഒരു പദ്ധതിയിലേക്ക് അത് കടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലിരുന്ന സർക്കാർ ടൂറിസ്റ്റ് ബംഗ്ലാവും വികസന പാതയിൽ പുതിയ നാഴികക്കല്ലുയർത്താൻ സാധിച്ചതും ശ്രദ്ധേയമാണ്. കോട്ടയം DB എന്ന് പറയുന്നത് ശോച്യാവസ്ഥയിലായിരുന്നു. പുതിയ കെട്ടിടം വന്നു. ഏറ്റവും ആധുനീകരിച്ച ഈ കോട്ടയത്തെ ഏറ്റവും സൗകര്യമുള്ള ഒരു വിശ്രമ സങ്കേതമായി കോട്ടയം TBയെ മാറ്റുന്ന കാര്യത്തിലും ഈ കാലഘട്ടത്തിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ കോട്ടയവുമായി ബന്ധപ്പെട്ട ചില പാലങ്ങളുടെ നിർമ്മാണം, ഉദാഹരണം പനച്ചുകാട് പഞ്ചായത്തിലെ പാലക്കാലുങ്കൽ പാലം നിർമ്മാണത്തിലേക്ക് കടന്നു. ഏതാണ്ട് 25 കൊല്ലം മുമ്പ് കല്ലിട്ടതാണ്. അത് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിർമ്മാണം വേഗത്തിൽ നടക്കുകയാണ്. അത് നടക്കുന്നതോടുകൂടി കോട്ടയത്തെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായി വികസനം പരിഗണിക്കുമ്പോൾ നിർണായകമായ ഭാഗമായി മാറും. കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ റോഡുകളും ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PM മുഹമ്മദ് റിയാസ് PWD മന്ത്രി എന്ന നിലയ്ക്ക് മുൻകൈയെടുത്ത്, മുമ്പ് G സുധാകരൻ മുൻകൈയെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, ഒന്ന് തെങ്ങണ എന്ന് പറയുന്ന ആ കവല വികസിപ്പിക്കുക, കഞ്ഞിക്കുഴി വികസിപ്പിക്കുക. അപ്പോൾ ഈ ബൈപ്പാസുകളുടെ വികാസവുമായി ബന്ധപ്പെട്ട് തെങ്ങണ കഞ്ഞിക്കുഴി ആ പ്രദേശങ്ങളിലെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. മുൻഗണനാക്രമത്തിൽ വികസിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായിട്ട് കഞ്ഞിക്കുഴി ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ചർച്ചകൾ ആ മേഖലയിൽ ആവശ്യമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ആ മേഖലയിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുക. കോട്ടയം മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. ഒരു നാടിന്റെയും ജനത്തിന്റെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട്. കോട്ടയം വികസനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. ഇതര മണ്ഡലങ്ങൾക്ക് പോലും മാതൃകയായി.